ഹലോ ഗൈസ്, രാവിലെ തന്നെ മംഗലാപുരം പോകാനൊരു മൈൻഡ്. ആ ഒരൊറ്റ മൈൻഡിൽ രാവിലെ 10:45 ഇൻ്റർസിറ്റിക്ക് ഞങ്ങൾ നേരെ കയറി മംഗലാപുരം എത്തി. ഇവിടെ എത്തിയൊരു ഓട്ടോ കയറാൻ നോക്കുമ്പോൾ കയ്യിൽ ക്യാഷില്ല. അപ്പോൾ ATM കൗണ്ടർ അടുത്തേതാ നോക്കി ഗൂഗിൾ നോക്കി കണ്ടുപിടിച്ച് അവിടുന്ന് ക്യാഷും വിത്ഡ്രോ ചെയ്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു നടന്നു ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെ എത്തിയിട്ട് ഒരു ഓട്ടോവും പിടിച്ചിട്ട് നേരെ ഇവിടെയുള്ള സിറ്റി സെൻറ്റർ മാളിലേക്ക് വിട്ടു. മംഗലാപുരത്ത് കുറേ മാളുണ്ടെങ്കിലും അതിൽ ഏറ്റവും വലിയ മാളാണ് ഈ സിറ്റി സെൻറ്റർ മാൾ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് കറങ്ങി തിരിച്ചു പോരാന്നുള്ളൊരു പ്ലാനാണ്. എന്തായാലും ഞാനും വാജിസൊരു ഐഡിയ ഇല്ലാതെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സിറ്റി സെൻറ്റർ മാളിലെത്തി. രാവിലെ ഒന്നും കഴിക്കാൻ നിൽക്കാതെ ഒറ്റ മൈൻഡിൽ കയറിപ്പോകുന്നതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ ഉച്ചയായി സമയം. അപ്പോൾ എല്ലാം കഴിക്കരുത്. ആ ഹോട്ടലിലേക്ക് ഇങ്ങനെ നോക്കി, പക്ഷേ ഹോട്ടലിൻ്റെ വലിപ്പം കണ്ട് നമ്മളേക്ക് കയറിയില്ല. ഇതിൻ്റെ ഫുഡ് കോർട്ട് കയറിയിട്ട് എല്ലാം കഴിക്കാനാണ് പ്ലാന്. അപ്പോൾ ഇങ്ങനെ നമ്മളെ സാധാ മാളുമായിരുന്നു തന്നെ, വലിയ സെറ്റപ്പ് ഒന്നുമില്ല. നമ്മൾ ലുലു മാളിൻ്റെ അത്ര വലിപ്പമല്ല. കണ്ണുകളുള്ള ബാഗിനെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിക്കുന്നു. ബാഗ് സ്പീക്കറെ കറക്റ്റ് അറിയില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ടിലെത്തി. എന്തായാലും ഫുഡ് കോർട്ടിലെത്തിയപ്പോൾ ഈ ചെങ്ങായിക്ക് ഇവിടെ ഉള്ള ഒന്നും പറ്റണില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് നോക്കി. പക്ഷേ ഇവിടെ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഓരോ ഫുഡ് പാക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒരു റേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അതുകൊണ്ട് പിന്നെ അവിടെ കുറേ വർത്താനം വേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് ഈ ഒരു മെഷീൻ കണ്ടത്. അതായത് പൈസ സ്കാൻ ചെയ്ത് കൊടുത്താൽ നമ്മളിതിൽ പർച്ചേസ് ചെയ്ത ഐറ്റത്തിൻ്റെ ഉള്ള വെള്ളം ഓട്ടോമാറ്റിക് ഇങ്ങോട്ട് താഴത്തേക്ക് വരും. ഇത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഒരു കൗതുകത്തിൽ അതിലൊരു ജ്യൂസ് സെലക്ട് ചെയ്തിട്ട് ഇനി അത് ജസ്റ്റ് ഒന്ന് എങ്ങനെ വരികയെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളിതുവരെ കണ്ടില്ല അത്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ QR കോഡ് ഇങ്ങനെ ലോഡായി വന്നിട്ട് നമ്മളാ ഒരു പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്താൽ സാധനം ഇങ്ങോട്ട് താഴത്തേക്ക് വരുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ സ്കാൻ ചെയ്ത ഉടനെ സാധനം താഴത്തേക്ക് എത്തിയിട്ടോ. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചാൽ താഴത്ത് നോക്കുമ്പോൾ 2 ഉണ്ട്. ഇതിപ്പോൾ ലാഭമായല്ലോ, ഒന്നിൻ്റെ പൈസക്ക് 2. ആരോ അടിച്ചു വെച്ച് എടുക്കാതെ പോയതാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും നമ്മളത് എടുത്തു. പൈസ നമ്മുടെ മെഷീനെ ആക്കി ചെയ്തിരിക്കുമ്പോൾ ഒന്നിൻ്റെ പൈസക്ക് 2 അടിച്ചു മാറ്റി. A few moments later. 60 രൂപയ്ക്ക് 4 തന്നാലും മുതലാവില്ല. ഒരു ടേസ്റ്റും ഇല്ല. അപ്പോൾ വെറുതെ അല്ലേ ഒരു 2 തന്ന, ഒരു ടേസ്റ്റും ഇല്ല. ഓൻ്റെതും ഒരു ടേസ്റ്റും ഇല്ലാതെ കൊണ്ട് നടക്കുന്നുണ്ട്. എന്തായാലും രണ്ടാളും പെട്ടു കഴിച്ചു. അങ്ങനെ നമ്മൾ പുറത്തുള്ളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല നാടൻ ചോറും മീൻ പൊരിച്ചതും. ഓനൊരു അയിലി എടുത്തു, ഞാനൊരു ചെമ്പല്ലി പൊരിച്ചത് കൊടുത്തു. അതൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ. എന്തായാലും നല്ല മൂഞ്ചിനെന്ന് മനസ്സിലായി. നല്ല മഴ പോണോടത്തൊക്കെ പെടുക. അങ്ങനെ മംഗലാപുരത്തേക്ക് പോരേണ്ട കഴപ്പാണ്ട് മാറിക്കിട്ടി. അപ്പം ഇനി നോക്കിയിട്ട് കാര്യമില്ല, തിരിച്ചു പോകാതിരിക്കാണ്ട് തിരിച്ചു പോവാണ്. അപ്പോഴാണ് നമ്മൾ സിഗ്നലിൽ എന്ത് കണ്ടത്, ഈ ഒരു വാക്കിങ്ങിനും വേണ്ടിയിട്ടുള്ളൊരു സിഗ്നലുണ്ട്. നമ്മുടെ നാട്ടിലൊന്നുമില്ലല്ലോ നടക്കുന്നവർക്കൊരു സിഗ്നൽ. അത് എന്തായാലും നല്ലൊരു കാര്യമായി. അങ്ങനെ നമ്മളവിടെ ഇല്ലാത്ത പല സംഭവങ്ങളും ഇവിടെ ഉണ്ട്. എന്നാൽ നമ്മളവിടെ ഉള്ള പലതും ഇവിടെ മിസ് ചെയ്യും ഇവിടെ വരുമ്പോൾ. എന്തായാലും തിരിച്ചു പോകണം. ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല. ഓക്കെ ബൈ.